യുവവാണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് വയലിൻ കലാകാരൻ അർജുൻ ഉണ്ണികൃഷ്ണനാണ്. നമുക്ക് പരിചയപ്പെടാം. അർജുൻ, നമസ്കാരം. നമസ്കാരം. യുവവാണിയിലേക്ക് സ്വാഗതം. അർജുൻ എത്ര കൊല്ലമായിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്? ഞാനൊരു 4 കൊല്ലം വയലിൻ പഠിച്ചു. അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്തതാണ്. പാലക്കാട് തന്നെയുള്ള ഒരു സലൈൻ തോമസ് ആണ് ഗുരു. വയലിൻ വെസ്റ്റേൺ ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? വെസ്റ്റേൺ ആണ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് വെസ്റ്റേൺ എടുത്തത്? വെസ്റ്റേൺ ചൂസ് ചെയ്തത് ആക്ച്വലി അവൈലബിലിറ്റി അതായിരുന്നു. അവിടെ ഞങ്ങൾ പഠിക്കുന്നവിടെയുള്ള അവൈലബിലിറ്റി അതായിരുന്നു. പിന്നെ ഞാനിതൊരു പ്രൊഫഷൻ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതല്ല ഈ വയലിൻ. ഞാൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വേണം എന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതങ്ങനെ ഒരു പാഷനായി മാറിയതാണ്. അവിടെ അവൈലബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. എവിടെയായിരുന്നു പഠിച്ചത്? അത് പറഞ്ഞില്ല. ഞാൻ നെന്മാറ എന്ന് പറഞ്ഞ പാലക്കാടില് നെല്ലിയാമ്പതിന് താഴെയുള്ള നെന്മാറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. അവിടെ തന്നെയാണ് പഠിച്ചതും. 10ാം ക്ലാസ് വരെ, +2 വരെ അവിടെ തന്നെയായിരുന്നു. വളർന്നതും അവിടെ തന്നെ? അവിടെ തന്നെയാണ്. ശരി. അപ്പോൾ പാലക്കാടുകാരനാണ്? പാലക്കാടാണ്. ഇവിടെ കൊച്ചിയിൽ എന്താണ് ചെയ്യുന്നത്? കൊച്ചിയിൽ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വേണ്ടി തിരിച്ച് കൊച്ചിയിലോട്ട് എത്തിയതാണ്. കുസാറ്റിൽ MBA ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പെർഫോമൻസിലേക്ക് പോയാലോ? ഏതാണ് ആദ്യത്തെ ഗാനം? ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് വോൾഫാങ് അമാഡസ് മൊസാർട്ട് എന്ന കമ്പോസർ രചിച്ച ഇൻക്ലൈൻ നാച്ച് മ്യൂസിക് എന്നൊരു കമ്പോസിഷനാണ്. ഇത് 1787 കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇത് ആദ്യം വായിച്ചതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്.
നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഏത് വർഷമായിരുന്നു അത്? 2018 ഞാൻ ആദ്യമായിട്ട് കലോത്സവത്തിന് പോകുന്നുണ്ടായിരുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു കോൾ വന്ന് അങ്ങനെ കലോത്സവത്തിലോട്ട് പോവുക ചെയ്ത യൂത്ത് ഫെസ്റ്റിവൽ. അന്ന് ചെന്നൈയിലായിരുന്നു. അത് ആദ്യത്തെ പ്രാവശ്യം. അത് സൗത്ത് സോൺ വരെ പോയി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ അടുത്ത കൊല്ലം 2019 ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടായിരുന്നു സൗത്ത് സോൺ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും കൂടെ ഒരു കോമ്പറ്റീഷനാണ്, സകല ഇൻസ്ട്രുമെന്റ്സിനും കൂടെ ഒരു കോമ്പറ്റീഷനാണ്. പക്ഷെ അന്ന് ഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിൽ 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 2 സ്ഥാനക്കാർക്ക് നാഷണലിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ ചണ്ഡീഗഡിലോട്ട് സെലക്ട് ആവുക ചെയ്തത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഭയങ്കര ഒരു 6 മണി ആ സമയത്തൊക്കെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഈ 7 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വായിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ വയലിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കയ്യിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. എന്നാലും ആ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോയാലോ? അടുത്തതായി വായിക്കാൻ പോകുന്നത് വിറ്ററോ മോണ്ടി എന്ന കമ്പോസർ കമ്പോസ് ചെയ്ത സർദാസ് എന്നൊരു കോമ്പോസിഷനാണ്. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് ആന്റോണിയോ ബോവാൾഡി കമ്പോസ് ചെയ്ത 4 സീസൺസിലെ സമ്മർ പ്രസ്റ്റോ എന്ന് പറയുന്ന ഭാഗമാണ്.
ഈ പഴയകാല ഇംഗ്ലീഷ് സിനിമയിലേക്ക് ഒരു പിരിമുറുക്കമുള്ള ഒരു സീൻ കണ്ടതുപോലെ ഉണ്ടായിരുന്നു ഈ വയലിൻ വായന കേട്ടപ്പോൾ. അപ്പോൾ ഇനി എന്താണ്, വയലിൻ ഒരു കരിയർ ആക്കാനാണോ ഉദ്ദേശം? വയലിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി കൊച്ചി സെലക്ട് ചെയ്തത്. ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു കണക്ഷൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കൊച്ചി സെലക്ട് ചെയ്തത്. MBA ചെയ്യുന്നതോട് കൂടിയിട്ട് ഞാൻ ഇവിടെ പ്രോഗ്രാംസും ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഞാനൊരു ടീച്ചർ കൂടിയിട്ടാണ്, ഓൺലൈനായിട്ട് ഞാൻ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. സോ അടുത്ത് ഈ കൊല്ലം കഴിഞ്ഞ് MBA കഴിഞ്ഞ് അങ്ങനെ വയലിനിലോട്ട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്? മെയിൻലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഫംഗ്ഷൻസിന് വായിക്കലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഓർക്കസ്ട്രയിൽ ഒരു ചെറിയൊരു ഭാഗമാവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. അതൊക്കെ ഒരു നല്ലൊരു തുടക്കമാവട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാനം കേട്ടാലോ, ഏതാണത്? അടുത്തതായി മ്യൂസീഷ്യൻ എൽവിസ് പ്രസ്ലിയുടെ കാൺട്ട് ഹെൽപ്പ് ഫാളിങ് ഇൻ ലവ് എന്നൊരു സോങ്ങാണ്. അപ്പോൾ ഈ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിലെ ഒരു സമ്മാനം മാത്രമല്ല അർജുന് കിട്ടിയ അവാർഡ്സ് അല്ലെങ്കിൽ അനുമോദനങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിലാണ് വയലിൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് തന്നെ എന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എന്നെ സ്കൂളിൽ മാറ്റിച്ച് ഗുരുകുലം എന്നൊരു കലോത്സവം ബേസ്ഡ് ആയിട്ടുള്ള, അവർക്ക് എല്ലാ കൊല്ലവും കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് അവർ തന്നെയാണ് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ വായന കണ്ട് എന്നെ അങ്ങോട്ടേക്ക് സാറ് വിളിക്കുകയുണ്ടായി. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. എൻ്റെ +1 2012 അത്. അന്ന് ആ കൊല്ലം തന്നെ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അടുത്ത കൊല്ലങ്ങളിൽ ഓർക്കസ്ട്രയ്ക്ക് സ്റ്റേറ്റ് സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളോത്സവത്തിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്സരിച്ച് ഏകദേശം എല്ലാ ഇവന്റ്സിലും പ്രൈസുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സമ്മാനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സമ്മാനങ്ങൾ. 4 കൊല്ലം യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു. ശരി. ഇത്ര ടാലന്റഡ് ആയ അർജുന ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും, ഭാവിയിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വയലിനിസ്റ്റ് അർജുൻ ഉണ്ണികൃഷ്ണനുമായുള്ള അഭിമുഖം.
കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 94 47 56 22 12 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12 9475 62212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. അവതരണം, നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.